ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ആദി അലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. കയ്പില്ലാതെ, ഉണക്കാതെ, ഉപ്പിലിടാതെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദി അലീസ് കിച്ചൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ. ആദ്യം ഞാൻ ഈ നാരങ്ങ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഞാനിതൊരു കോട്ടൺ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 കിലോയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ നാരങ്ങ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലേ അല്ല നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ചൊരു മാറ്റമുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ നാരങ്ങയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു നാരങ്ങ 4-5 പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ നാരങ്ങയാണ് നമ്മൾ എടുക്കുന്നതുണ്ടെങ്കിൽ ഒരു 3 പീസായിട്ട് വരെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നാരങ്ങയുടെ കുരു നമ്മളൊന്ന് മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ അച്ചാറിടുന്ന സമയത്ത് ഇതിൻ്റെ കയ്പ്പ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ നാരങ്ങയുടെ കുരു മൊത്തത്തിലൊന്നും മാറ്റിയെടുക്കുന്നില്ല. നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്തുള്ള ആ കുരു മാത്രമേ മാറ്റിയെടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ നാരങ്ങ ഒന്ന് കഴുകിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും വിനീഗറും ചേർത്ത വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിതൊന്ന് കഴുകി തുടച്ചെടുക്കുന്നത്. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള നാരങ്ങ മുഴുവനും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള കത്തിയിലും അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡിലും വെള്ളത്തിൻ്റെ അംശം ഒട്ടും കാണരുത്. നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ഈ നാരങ്ങ കട്ട് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ നാരങ്ങ ഒരു സൈഡിലേക്ക് ഒന്നങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 4 കുടം വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. കനം കുറഞ്ഞ രീതിയിലൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 12 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പച്ചമുളകിന് പകരം നമുക്ക് കാന്താരി മുളകും എടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് വലിയ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 5 തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പില കുറച്ചുകൂടി കൂടുതലാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടികൾ എടുക്കാം. ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കടുക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും 1.5 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു പീസ് കായം ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടിയാണ്. ഇനി നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ഓരോ പീസായിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എപ്പോഴും നമുക്ക് അച്ചാറിടാൻ നല്ലത് നല്ലെണ്ണയാണ്, അതായത് സെസമി ഓയിൽ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ പാനിലേക്കൊന്ന് നിരത്തിയതിന് ശേഷം തിരിച്ചും മറിച്ചും ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് 1/4 ടീസ്പൂൺ വീതം ഉപ്പ് എല്ലാ നാരങ്ങയിലും ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ചും മറിച്ച് വിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ വീതം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര എല്ലാ നാരങ്ങയിലും ഇതുപോലെ തന്നെ ഒന്നും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നാരങ്ങ മറിച്ചും തിരിച്ചു വിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നാരങ്ങ നന്നായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങും. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്നങ്ങ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പാൻ ഒന്ന് ചൂടാക്കിയത് മുതൽ നാരങ്ങ ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നത് വരെയും ഫ്ലെയിം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മളിത് ചെയ്തെടുക്കുന്ന ഒരു പാൻ എന്ന് പറയുന്നത് നല്ല ചുവട് കട്ടിയുള്ളൊരു പാൻ തന്നെ ആയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പിടിക്കും. കരിഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ ഒന്നങ്ങ് മാറിപ്പോവും. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്കൊരു ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് നമ്മൾ
നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇത് അടച്ച് വെക്കാനേ പാടില്ല. തുറന്ന് വെച്ച് തന്നെ ഇത് പെട്ടെന്ന് മൂപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മളിതൊന്ന് ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചീനിച്ചട്ടി ചൂടാക്കി ഓയിലൊഴിച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിത് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ഒരു 2-3 മിനിറ്റ് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. പക്ഷേ ഇത് കരിഞ്ഞു പോകാനേ പാടില്ല. ഇനി നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കി ഇട്ട് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം അങ്ങ് കരിഞ്ഞു പോകും. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ നാരങ്ങയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പൊടികളിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സാക്കി കഴിയുമ്പം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മളിതിലേക്ക് 1/4 കപ്പ് അളവിൽ വിനിഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വിനിഗറും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ അളവിൽ വിനിഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. തയ്യാറാക്കി വെച്ചിട്ടുള്ള നാരങ്ങ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് കൂടി നോക്കിയിട്ട് ഉപ്പൊന്ന് കറക്റ്റ് ചെയ്യണേ. ഇതിപ്പോൾ എനിക്ക് കറക്റ്റിന് ഉണ്ട് ഉപ്പ്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തിളച്ച വെള്ളം എല്ലാം ഒന്ന് വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയി എണ്ണ തെളിഞ്ഞ് വരുന്നത് കാണാം. അതാണ് നമ്മുടെ ഈ ഒരു അച്ചാറിൻ്റെ കറക്റ്റ് പാകം. ഒട്ടും കയ്പില്ലാത്ത നല്ലൊരു വെറൈറ്റി നാരങ്ങ അച്ചാറാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അതുപോലെ തന്നെ ഇത് നനഞ്ഞ സ്പൂണോ തവിയോ ഒന്നും ഇടാതിരുന്നാൽ ഇത് നമുക്ക് 1 വർഷം വരെയും കേടുകൂടാതെ എടുക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ പുറത്ത് വെച്ച് നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ഗ്ലാസ് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആദ്യാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൻ ഒന്ന് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.